ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ കൃഷിസ്ഥലമാണ്. അപ്പോൾ ബാക്കി കാണുന്നതൊക്കെയാണ് നമ്മുടെ കൃഷിസ്ഥലം. പപ്പയാണ് ഇതിൻ്റെ ഓണർ. മമ്മി, അപ്പോൾ നമ്മൾ ഇന്ന് സാധാരണ വരുമ്പോൾ ഇവിടെ കോളിഫ്ലവർ, ക്യാബേജ്, മസ്റ്റേർഡ്, ഗോതമ്പ് എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം തണുപ്പായതുകൊണ്ട്, ഈ ഒരു സീസൺ ആയതുകൊണ്ട് ഇവിടെ ഫുള്ളും കരിമ്പാണ്. അപ്പോൾ ഓൾറെഡി കരിമ്പൊക്കെ പറിച്ച് ഇവർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതാണ് നമുക്ക് നടക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷിസ്ഥലം. ചുറ്റിനുള്ളത് നമ്മുടെ തന്നെയാണ്, പപ്പയുടെ ബ്രദേഴ്സിൻ്റെയാണ്. ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കല്യാണത്തിൻ്റെ രാവിലെ എണീറ്റ് ഡ്രസ്സ് കുളിച്ച് പിന്നെ ഫ്രഷായിട്ട് നമ്മൾ കൃഷി സ്ഥലത്തേക്ക് വ്ളോഗ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കരിമ്പൊക്കെ കൃഷി കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ വെട്ടി മാറ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് ആൾക്കാരും റിജാസും അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിമ്പ് കൊണ്ടുവരണം. സോ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ കഷ്ടപ്പെട്ട് വന്നത്. പപ്പ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കരിമ്പൊക്കെ വെട്ടി. അപ്പോൾ ഞാൻ കരിമ്പുമായിട്ട് നടക്കുന്ന കുറച്ച് വീഡിയോസാണ് ഇത്. സോ നമ്മുടെ സ്ഥലത്ത് ഈ പ്രാവശ്യം കരിമ്പായിരുന്നു. കാരണം നമ്മുടെ അവിടെ കൂടി അങ്ങനെ അടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അടുത്ത് തന്നെ പപ്പയുടെ വേറെ ബ്രദറിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് പാലക്ക്, റാഡിഷ്, കൊറിയാണ്ടർ ലീവ്സ്, ഇതൊക്കെ റാഡിഷാണ്. ആക്ച്വലി ഇപ്പോൾ ഈ വിൻ്റർ സീസൺ ആയത് കാരണം വേറെ ഒന്നും ഞാൻ കണ്ടില്ല. ആകെ കണ്ടത് കരിമ്പും റാഡിഷും പിന്നെ മറ്റേ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് അതും പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പപ്പയുടെ വേറൊരു ബ്രദറിൻ്റെ കൃഷിസ്ഥലം. അപ്പോൾ ഇവിടെ ഉള്ളത് റാഡിഷ് ഉണ്ട്, പിന്നെ എന്താ കൊറിയാണ്ടർ ലീവ്സ് ഉണ്ട്, പിന്നെ എന്താ കടുക്, മസ്റ്റേർഡ് ഉണ്ട്. എവിടെയാണ് പപ്പ എന്താ കാണിച്ചത്? എവിടെ കടുക്? എവിടെ? ഓക്കെ, ഇതൊക്കെ കടുക് കാണിച്ചു നോക്ക്. ഇതൊക്കെ കടുകാന്നാ പറയണേ. ക്യാബേജ് ഒന്നും വേറെ ഇല്ല. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇത് കണ്ടെന്ന് ആരും പേടിക്കണ്ട, എന്നെ കുറച്ച് പട്ടി ഷോയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം അത് കാണിച്ചത് അതെന്താന്ന് റാഡിഷ് ഒന്ന് ചിരിച്ചേ. റാഡിഷ് ഒക്കെ പിടിക്കേ. റാഡിഷ് വൈറ്റ് മാത്രമുള്ള പപ്പ തിരിച്ച് കുത്തി വെക്കുന്നുണ്ട്. സോ ഗൈസ്, നമ്മുടെ റാഡിഷാണ്. ചെറിയൊരു മുള്ളുണ്ട് ഇതിൽ. ഇങ്ങനെ കണ്ട നമ്മൾ വിചാരിക്കും പീച്ചിങ്ങയുടെ വില എന്തോ ആണെന്ന്, പീച്ചിങ്ങ വിചാരിക്കും. പക്ഷേ ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോൾ ഒടിച്ചെടുത്തപ്പോൾ അതെ ഒടിഞ്ഞു പോയി. ഇതാണ് വൈറ്റ് റാഡിഷ്. ഇതിനാണ് മൂളി എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഞാൻ കൊണ്ടുവരാൻ പോണത് എൻ്റെ ഓഫീസിൽ എൻ്റെ കൊളീഗ്സ് പറഞ്ഞു കരിമ്പ് വേണം, റാഡിഷ് വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറിച്ചുകൊണ്ട് വരുന്നത്. സോ കരിമ്പോൾ റിജാസിന് കരിമ്പുള്ളെന്ന് പറഞ്ഞ് അത് റെഡി. ഇതിപ്പോൾ അടുത്ത റാഡിഷാണ്. സോ ഗൈസ്, ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഒരു റാഡിഷ് പറിക്കാൻ പോണാണ്. കുറച്ച് പാടാണ്. ഇന്ന് സൂഞ്ചി കാണിച്ചത്തെ റാഡിഷിന. ഇങ്ങോട്ട് വാ. ഇതാ നോക്കി ഗൈസ്, ഇതാണ് റാഡിഷ്. ഞാൻ നോക്കിയിട്ട് ഇത് വരുന്നില്ല. ഓ ഗൈസ്, ഒടിഞ്ഞു പോയി ഗൈസ്. ഓണാണോ? ഒടിഞ്ഞു പോയി ഗൈസ്. സാറില്ല, പകുതി അഡ്ജസ്റ്റ് ചെയ്യാം. ഓ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ കൃഷിസ്ഥലം. അപ്പോൾ ആദ്യം പപ്പയുടെ സ്ഥലം, പിന്നെ അങ്ങനെ പപ്പയുടെ ബ്രദേഴ്സിൻ്റെ സ്ഥലം, അങ്ങനെ ഓരോ ലെയറായിട്ടാണ് ഓരോ ഇങ്ങനെ പോർഷനായിട്ട് വരുന്നത്. പിന്നെ വേറെ ഫാമിലീസിൻ്റെ ഉണ്ട്. അപ്പോൾ റാഡിഷ്, കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ കടുക്, മസ്റ്റേർഡ്, കരിമ്പാണ് ഇപ്പോൾ തൽക്കാലമുള്ള കൃഷി. സാധാരണ നമ്മൾ വെക്കേഷൻ സമ്മറിൽ വരുമ്പോൾ ക്യാബേജും കോളിഫ്ലവറും ടൊമാറ്റോ അങ്ങനെ കുറേ ഉണ്ടാവും. അങ്ങനെയാണ്. സൈക്കിൾ ഇതാണ് കൃഷിസ്ഥലത്ത് നിന്ന് സംഭവം കൊണ്ടുപോകാൻ വേണ്ടി കൃഷിസ്ഥലം. പിന്നെ ഇവിടെ എന്തോ ഫ്രൂട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. കുരങ്ങന്മാരെ കണ്ടോ? കുരങ്ങന്മാരെ നമ്മുടെ ഇവിടെ കാക്ക ഉള്ള പോലെയാണ് ഇവിടെ കുരങ്ങ്. ഫോൺ മേടിച്ചിട്ട് ചാടി വന്ന്. സോ ഗൈസ്, ഞാൻ നാട്ടിലേക്ക് എൻ്റെ കൊണ്ടുപോകുന്ന ഐറ്റംസാണ് കരിമ്പും റാഡിഷും. എല്ലാവരും പറഞ്ഞു കൊണ്ടുവരാൻ.
അപ്പോൾ ഞാൻ അത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഫ്രഷായിട്ട് നമ്മുടെ ഗാർഡൻ അല്ല, നമ്മൾ കൃഷി സ്ഥലത്ത് നിന്ന് ഡയറക്റ്റ് നിങ്ങൾ കാണിച്ചെന്നില്ലേ, ഡയറക്റ്റ് പറിച്ച് വെള്ളം പോലും കഴുകാണ്ട് കൊണ്ടുവരാൻ പോവുകയാണ്. അത്രയും ഫ്രഷാണ്. നോക്കിക്കേ, റാഡിഷും കരിമ്പും വേറെ ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ എല്ലാം കൊണ്ടുവന്നതന്നെ. സോ ഇതാണ് നമ്മുടെ കൃഷി സ്ഥലത്തിനുള്ള ബ്ലോഗ്. ആ കാണുന്ന ആ വൈറ്റാണ് നമ്മുടെ ഗോഡൗൺ. ഇത് നമ്മുടെ സ്ഥലമല്ലേ, ഇത് പപ്പട സ്ഥലമാണ്, കരിമ്പാത്തോട് തന്നെ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല. ഒരു പട്ടി വരുന്നുണ്ട്, നമ്മുടെ അല്ല. പിന്നെ ഇവിടെ അടുത്ത് ഇപ്പുറത്ത് സ്ഥലം ഉണ്ടാവും. ഏതാണ് പേരക്കെ, ആ ചെടി ഉണ്ടോ, മരം, അത് പേരക്കയാണ്. ഇവിടെയൊക്കെ നമുക്ക് ഒറ്റക്കൊന്നും വരാൻ പറ്റില്ല, കാരണം കുറച്ച് റിസ്കി ആയിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് നമ്മുടെ കൃഷിയിലേക്കുള്ള റോഡ്. ഇത് ഇവിടെ നമുക്ക്, ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ കൃഷിസ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലമാണിത്. ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചതല്ലേ, അവിടെയാണ് ഇങ്ങനെ പൂജയൊക്കെ ഉണ്ടാവും. ഞാൻ ഹാളിക്ക് വന്ന് പൂജ ചെയ്തായിരുന്നു. ഇതാണ് നമ്മുടെ ഗോഡൗൺ. പിന്നെ ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇപ്പം കാണുന്നില്ല, ഒക്കെ പോയിട്ടുണ്ടാവും. സോ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ അവിടെ കാണുന്നതൊരു ലൈബ്രറിയാണ്. ഇവിടെയൊക്കെ സ്ഥലം ഒരുക്കിയിട്ടൊക്കെയാണ് അടുത്ത കൃഷിക്ക് വേണ്ടി. നോക്കിയേ, ഇതാണ് ശരിക്കും ഒരു ടിപ്പിക്കൽ വില്ലേജ്. ഇത് കരിമ്പൊക്കെ കൊണ്ടുപോവാണ്. വന്ന വഴിക്ക് മറ്റേ പഞ്ചസാര ഉണ്ടാക്കുന്നതും ശർക്കര ഉണ്ടാക്കുന്നതും ഇതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റോഡ്, ഇതാണ് ഇവിടുത്തെ റോഡ്. പശു, ഇനി വരും പശുവിനെ കണ്ടില്ലെന്ന് പറയണ്ട. പശു, ചാണകം എല്ലാം ഉണ്ട്. ഒക്കെ മോഡൽസ് ഇങ്ങനെയൊക്കെയാണ്. വീടിന്റെ മോഡൽസ് അങ്ങനെയല്ല. അതെ, നമ്മുടെ വീട് സാധാരണക്കാരുടെ ഇതാണ്. അല്ലാണ്ട് സാധാരണ ലോക്കൽ പീപ്പിളിൻ്റെ ഒക്കെ വീട് ഇങ്ങനത്തെ കേക്കും. പിന്നെ സൈക്കിൾ റിക്ഷ, പിന്നെ ആർക്കും ഹെൽമെറ്റ് ഒന്നും ഉണ്ടാവില്ല. കണ്ടില്ലേ, അടിപൊളിയാണ്. സോ നമ്മൾ പോണ വഴിക്ക് നമ്മൾ രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ചോളി ഭട്ടൂര കഴിച്ചു. സോ അടുത്തുള്ള ഹോട്ടലാണ്, അങ്ങൊന്നും കഴിക്കാൻ പാടില്ല, എന്നാലും ഞങ്ങൾ കയറി കഴിച്ചു. സോ ഇവിടുത്തെ നാട്ടിലത്തെ വീടിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്. ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അങ്ങനെ റോഡിൽ വണ്ടി മാത്രമല്ല, കളവണ്ടി, കുതിര, ഒട്ടകം എല്ലാം തന്നെ പോകും. കണ്ടില്ലേ കുതിരയ്ക്ക്, ഇത് സൈക്കിൾ റിക്ഷ. ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ തുടക്കം, സ്റ്റാർട്ടിങ്. ഇതാണ് അവിടുത്തെ ലോക്കൽ ബസ്. സത്യം പറഞ്ഞൊരു ടിപ്പിക്കൽ ഗ്രാമം എങ്ങനെയായിരിക്കും. പിന്നെയും കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മാർക്കറ്റിലൂടെ കടന്നുപോയത്. വീടൊക്കെ ഇങ്ങനത്തെയാണ്. ഇവിടുത്തെ വീടെന്ന് വെച്ചാൽ നമ്മുടെ വീടല്ലേ ഞങ്ങൾ ഉദ്ദേശിക്കണത്, അല്ലാണ്ടുള്ള നമ്മുടെ സാധാരണക്കാരില്ലേ, അവരുടെ വീടാണ് ഞാൻ ഉദ്ദേശിക്കണത്. അതിങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വീടും ഇങ്ങനെ ഇഷ്ടിക വെച്ച് തന്നെ ആയിരിക്കുള്ളൂ, തേച്ചിട്ടുണ്ടാവില്ല. ഇത് ഇവിടുത്തെ കട്ടിൽ ഇങ്ങനെയൊക്കെ അവർ രാവിലെയും രാത്രിയൊക്കെ ഒന്നിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ മാർക്കറ്റിൽ കൂടിയുള്ള റോഡാണ്. കണ്ടില്ലേ, പെൺപിള്ളേരൊക്കെ രാവിലെ പണി ചെയ്യണത്. അങ്ങനെ ഒന്നുമില്ല, ആണും പെണ്ണും ഇവിടെ എല്ലാം പണി ചെയ്യും. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.